ആഡം എന്ന് പറയുന്നൊരു വ്യക്തിയെ കുറേ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തു. പക്ഷെ ഇവിടെ തന്നെ കോൺട്രവേഴ്സി വരും. ക്രിസ്തീയ മതം പറയുന്നത് ആദമാണ് ലോകത്തിലെ ആദ്യ മനുഷ്യനെന്ന്. അല്ല, ആഡം എന്ന് പറയുന്നത് പുരുഷനല്ല. ഉൽപ്പത്തി 5:1 സോ ആഡമിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് സ്ത്രീയും പുരുഷനുമുണ്ട്. അവർക്ക് ദൈവം ഒരു നിബന്ധന വെച്ചു. ഈ ജനങ്ങളെല്ലാം ഇപ്പോൾ ജീവിക്കുന്നത് നന്മയിലും തിന്മയിലുമാണ്. സോ ആ നന്മയുടെയും തിന്മയുടെയും വൃക്ഷത്തിൻ്റെ ഫലം നീ കഴിക്കരുത്. ഞാൻ മറ്റൊരു വൃക്ഷത്തെ നിനക്കതെവിടെ നട്ടുവെച്ചിട്ടുണ്ട്. വൃക്ഷത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് ജീവൻ്റെ വൃക്ഷഫലമാണ്. ഒന്ന് ആ നന്മയുടെയും തിന്മയുടെയും മരണത്തിൻ്റെ വൃക്ഷവും ഫലവും, മറ്റൊന്ന് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും. ഇത് രണ്ടും ആക്ഷരികമായിട്ട് രണ്ട് മരങ്ങളല്ല. ആ രണ്ട് മരങ്ങളിനകത്ത് ഇങ്ങനെ പഴം കാച്ചു തൂങ്ങി പഴുത്ത് കിടക്കുന്നുമില്ല. ഇത് രണ്ടും പ്രതീകാത്മകമാണ്. ദൈവം ആഡത്തിൻ്റെ അടുത്ത് ഈ നന്മയുടെയും തിന്മയുടെയും ഫലത്തിൽ നിന്ന് നീ ഭക്ഷിക്കാതെ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കണമെന്ന് പറയുമ്പോൾ അതിന് അവന് സഹായിക്കാൻ വേണ്ടി ദൈവം ആദ്യം ഇതിനെല്ലാം മുന്നേ വെളിച്ചത്തെ കൊണ്ടുവന്നു. ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. നമുക്കറിയാം, അത് സൂര്യൻ്റെ വെളിച്ചവുമല്ല, ചന്ദ്രൻ്റെ വെളിച്ചമല്ല, നക്ഷത്രങ്ങളുടെ വെളിച്ചമല്ല. ആ വെളിച്ചം മറ്റൊന്നാണ്. സോ ഈ വെളിച്ചമില്ലാതെ ശരിക്കുമുള്ള ഈ ജീവൻ്റെ ഫലത്തെ ആസ്വദിക്കാൻ, അനുഭവിക്കാൻ അവന് പറ്റില്ല. പക്ഷേ ആഡമിന് ഈ വെളിച്ചത്തെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല. ആ വെളിച്ചത്തെ സ്വീകരിക്കാൻ പറ്റിയില്ല. ആ വെളിച്ചത്തിൽ ഈ ജീവൻ എന്താണെന്നും ജീവൻ്റെ വൃക്ഷഫലം എന്താണെന്നും അവന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റാതെയാണ് അവൻ പരാജയപ്പെട്ടത്. അത് കഴിഞ്ഞിട്ടാണ് ദൈവം എന്താണ് ഈ നന്മയുടെയും തിന്മയുടെയും സ്റ്റാൻഡേർഡ് എന്നറിയാൻ വേണ്ടിയിട്ട് മോസസിലൂടെ ന്യായപ്രമാണം കൊടുക്കുന്നത്. സോ ഓൾറെഡി ഈ വെളിച്ചം ഉണ്ട്. ഇനി ദൈവം ആഗ്രഹിക്കുന്ന അടുത്ത കാര്യം, ആ വെളിച്ചത്തെ സ്വീകരിക്കുന്ന ഒരു തലമുറ ഇനി ഉണ്ടാകണം. ആ വെളിച്ചത്തെ സ്വീകരിച്ചിട്ടൊരു തലമുറ ഉണ്ടാകുമ്പോൾ ആ വെളിച്ചത്തിലൂടെ വീണ്ടും ഈ ജീവനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലൈഫ് സ്റ്റൈല് മനുഷ്യനുണ്ടാകണം. അപ്പോൾ ദൈവം വീണ്ടും ഇതേ പ്രോസസ്സിനെ ഒരു ജനതയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. ആ ജനതയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടാണ് ലോകം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ദൈവം രൂപീകരിക്കുന്നത്. സോ ഈ ലോകം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആഡം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് അടുത്ത് ദൈവം കൊണ്ടുവരുന്നത് അബ്രഹാം എന്ന് പറയുന്നൊരു വ്യക്തിയിലേക്കാണ്. അബ്രഹാം ഇവിടെയുണ്ട്, ഈ ജനസമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. സോ അവിടെ നിന്നാണ് അടുത്തൊരു വ്യക്തിയെ ദൈവം പിക്ക് ചെയ്യുന്നത്. സോ അതിലാദ്യം ചെയ്തത് വീണ്ടും ദൈവം അവിടെ ഈ നന്മയുടെയും തിന്മയുടെയും ആ വൃക്ഷഫലത്തെ മറ്റൊരു മോഡലിൽ കൊണ്ടുവെക്കുന്നു. അതാണ് മോസസിലൂടെ കൊണ്ടുവന്ന ന്യായപ്രമാണം. സോ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഈ നന്മയും തിന്മയുമാണ്. അപ്പോൾ ദൈവം മോസസിന് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ദൈവത്തിന് തന്നെ അറിയാം ഈ ദൈവം കൊടുക്കുന്ന ഈ ന്യായപ്രമാണത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കാനായിട്ട് മനുഷ്യന് പറ്റില്ല. സോ അത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോസസിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്.